the pace when I'm running. I always take what I want and I always give it. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ വ്ലോഗ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഞാൻ ലിയോ. എൻ്റെ ഓഫ് റോഡ് കേപ്പബിലിറ്റീസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. പ്ലീസ് സപ്പോർട്ട് മീ. ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ പ്ലീസ് ലൈക്ക്, കമന്റ്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ RC ലവർ ഫ്രണ്ട്സ്. ഇതിനു മുമ്പ് ഞാൻ 2 വ്ലോഗുകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ എൻ്റെ ലൈൻ കൊടുക്കുക. ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നേ, ചാനലൊക്കെ ഒന്ന് വളരട്ടെ. ഇതാണ് ഞാൻ ഇന്നത്തെ എൻ്റെ ഓഫ് റോഡിങ്ങിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്ത സ്പോട്ട്. നമ്മളവിടെ എത്തിയിട്ടില്ല, കണ്ടില്ല, നല്ല കുത്തിപ്പറഞ്ഞ വഴികളൊക്കെയാണ്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഈ സ്ഥലം ഒന്ന് ഇഷ്ടപ്പെട്ടു. ആ കാണുന്ന 2ാമത്തെ തെങ്ങിൻ്റെ അപ്പുറം മുതലാണ് നമ്മുടെ ഓഫ് റോഡിങ്ങിൻ്റെ കലാപരിപാടികൾ ആരംഭിക്കുന്നത്. അങ്ങോട്ടേക്കുള്ളൊരു ചെറിയ വഴി. നമുക്കിവിടെ പതുക്കെ വെറുതെ നമ്മുടെ എനർജി ഇവിടെ വേസ്റ്റ് ആക്കുന്നത്. നമുക്ക് അങ്ങോട്ടേക്ക് പതിയെ പതിയെ മെതുവാച്ചല്ല. ക്യാമറമാൻ, എന്നെ കാണാൻ പറ്റുന്നുണ്ടോടി? ഓക്കേ, ഇനിയാണ് പരിപാടി ആരംഭിക്കുന്നത്. ഇതൊക്കെ സ്റ്റേജ് 1 സാധനങ്ങളല്ലേ. ഇതിന്റെ അപ്പുറം ചാടിക്കടന്നവനാണ് ഈ ലിയോ. നമ്മളെ അത്ര വലിയായിട്ട് കാര്യമായിട്ട് ബാധിക്കുന്നതല്ല എങ്കിലും ഇവിടെ ഒരു ചില കല്ലുകളൊക്കെ ഇച്ചിരി ഓവർ സൈസ്ഡാണ്. അതിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം തോന്നും. നമ്മളതൊക്കെ ചാടിക്കടക്കില്ലേ. ബർമൂഡ ഇട്ട മോനെ, മാറി നിൽക്കൂ. ഞാൻ എൻ്റെ ഓട്ടോഗ്രാഫ് നിനക്ക് പിന്നീട് തരാം. ഓക്കെ, ടയർ അങ്ങോട്ട് പിടിക്കുന്നില്ല. എന്നിട്ട് നല്ല പവറിൽ കയറി വരും നമ്മൾ. നാണക്കേടാവൂ. ഒന്നുകൂടി നാഞ്ഞു വിട്ടേ, അത്രേ ഉള്ളൂ. ഇതിന്റെ അപ്പുറം നമ്മൾ കയറിയിരിക്കുന്നത്. പിന്നെ അസിസ്റ്റന്റ്, സ്മോക്ക് റെഡി ആണെങ്കിൽ നല്ലപോലെ ആഞ്ഞിട്ടോളൂ. ഫുള്ള് പുകയായിക്കോട്ടെ. ആരും നമ്മൾ സ്റ്റക്കായത് കാണണ്ട, നാണക്കേടല്ലെങ്കിൽ.
ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. സാരമില്ല, നമുക്ക് രണ്ടാമത്തേക്ക് എടുത്ത് എന്നാലും നമ്മളിത് ഓടി കേറിയിരിക്കും. ഇനി അങ്ങോട്ടൊരു യമണ്ടൻ കയറ്റമാണ്. ഫുൾ ത്രോട്ടിൽ വിട്ടാലേ നമ്മൾ അങ്ങോട്ട് ഓടിക്കേറത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഏകദേശം മുകളിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ദൂരം കൂടി മേളിൽ കയറാനുണ്ട്. മൊത്തം മേളിൽ കയറിയിട്ടേ ഞാൻ ഇന്ന് ഇവിടുന്ന് താഴോട്ട് ഇറങ്ങത്തുള്ളേ. കണ്ണ് ചെമ്മി തുറന്നപ്പോൾ ഞാൻ താഴെയായിരുന്നു. ഒരു വല്ലാത്ത സംഭവമായപ്പോൾ ഞാൻ എന്തായാലും വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഈ കയറ്റം എന്ന് കയറിയിട്ടേ ഞാൻ ഇവിടുന്ന് ഇറങ്ങത്തുള്ളൂ. യെസ്, ഫൈനലി ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഏറ്റവും മുകളിൽ എത്തിയിരിക്കുകയാണ് ഗായ്സ്. നമ്മൾ ഏറ്റവും മുകളിൽ എത്തിയിരിക്കുകയാണ്. നല്ലൊരു കയറ്റമായിരുന്നു. കയറാൻ നല്ല പ്രയാസമായിരുന്നെങ്കിലും ഇറങ്ങാൻ നല്ല സുഖമുണ്ട്. ജസ്റ്റ് ഒന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് കാലെടുത്താൽ മാത്രം മതി, നമ്മൾ നേരെ താഴത്തേക്ക് എത്തുന്നുണ്ട്. എൻ്റെ അമ്മേ, ദൈവം കാത്തു. I love the chase and the hunt, and I set the pace when I'm running. I always take what I want and I always give it 100. Don't need a bank, no I'm funded. Play the game like it's nothing. I'm always thankful for something. Don't take for granted, stay humble. Now wake up, it's time to look at the enemy. Look in the mirror if he is no friend to me. It's not working out, maybe it's the chemistry. It's time to break up so I can make a better me. Better believe in your mind, cause it's everything. You can mold, shape, find almost anything. All it takes is some time and some clarity to find your identity. It's mind over everything. And when I feel like this, I'm immortal. When I feel like this, I'm immortal. When I feel like
വെറൈറ്റി ആണ്. അമ്മച്ചി ഇതെന്റെ മറ്റൊരു വെറൈറ്റി സാധനമാണ്. സ്ലോ മോഷനിൽ കണ്ടാലേ മനസ്സിലാവത്തുള്ളേ. കാണാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് മീ, ലൈക്ക്, കമന്റ്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ RC ലവേഴ്സ്. മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് ഉടൻ തന്നെ വീണ്ടും കാണാം. Till then, goodbye. എന്റെ പൊന്നടാവേ, എന്റെ വല്ല ഇളകി പോയിട്ടുണ്ടോ എന്ന് നോക്കിയേ. നല്ല വീഴ്ചയാ വീണ്. ആ മണ്ണും ചെളിയും പൊടിയൊക്കെ അങ്ങ് പോട്ടെ. ടയർ ഊരണ്ട, എന്റെ അമ്മോ.